വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് ഇന്ന് ഷോപ്പിൽ കൊണ്ടുവന്ന 3 ഫോണാണ്. ആദ്യത്തേത് എഡ്ജ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. അതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗ്രീൻ ലൈൻ വന്നിട്ട് ഡിസ്പ്ലേ കംപ്ലീറ്റ് പോയി. തൊട്ടടുത്തത് റിയൽമിയുടെ ഫോണാണ്. അതും ഇതേപോലെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഡിസ്പ്ലേക്കകത്ത് ഗ്രീൻ ലൈൻ വന്നു. അതിൻ്റെ ഇപ്പുറത്തെ സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. അതിനും ഇതേപോലെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി. ഇന്ന് മാത്രം വന്ന ഫോണുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുക. ധൃതി വെച്ച് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാറൻ്റി ഉള്ള ഫോണുകളാണെങ്കിൽ കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. ഡിസ്പ്ലേ മാറി കിട്ടും. അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറി കിട്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. കൂടുതലായും ഈ എഡ്ജ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളിലാണ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നത്. പക്ഷേ ഈയിടെയായിട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉള്ള നോർമൽ ഫോണുകളിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ ചാർജ് കുത്തിയിട്ട് ഗെയിം കളിക്കുമ്പോഴും അല്ലെങ്കിൽ ചാർജ് കുത്തിയിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോഴും ഫോൺ ഓവറായിട്ട് ഹീറ്റായിട്ട് ഈ ഡിസ്പ്ലേയുടെ IC കംപ്ലൈൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ഡാമേജ് ആകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ചാർജ് കുത്തിയിട്ട് ഫോൺ ഉപയോഗിക്കുന്നൊന്ന് ഒഴിവാക്കുക. അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത്തരം ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്നൊരു കൺഫർമേഷൻ വരും. അതിനുശേഷം മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ.